സംഗീത് ശിവൻ അന്തരിച്ചു. സംവിധായകനും ഛായാഗ്രാഹകനുമായിരുന്ന സംഗീത് ശിവൻ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മലയാളത്തിലും ഹിന്ദിയിലും നിരവധി ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. യോദ്ധ, ഗാന്ധർവം, നിർണയം, ഡാഡി അടക്കമുള്ള ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. 1990-ൽ വ്യൂഹം എന്ന ചിത്രത്തിലൂടെയാണ് സംവിധായകനായുള്ള അരങ്ങേറ്റം. രജീഷ് നരിക്കുനിയുണ്ട് വിവരങ്ങളുമായി. രജീഷ്, എപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം? നിരവധി സിനിമകൾ മലയാളികൾ ഇന്നും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന നിരവധി ചിത്രങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. നിത, സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഓർക്കപ്പെടുന്ന പേരുകളൊന്നാണ് സംഗീത് ശിവൻ എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹമാണ് ഇപ്പോൾ നമ്മോട് വിട പറഞ്ഞിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിയോടെ മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു അദ്ദേഹം മരണമടഞ്ഞിരിക്കുന്നത്. യോദ്ധ, വ്യൂഹം, ഗാന്ധർവം, നിർണയം തുടങ്ങിയ മലയാളത്തിലെ നിരവധി സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹിന്ദിയിലും അദ്ദേഹം 20ഓളം സിനിമകൾ ഇത്തരത്തിൽ മലയാളത്തിലും ഹിന്ദിയിലുമായി അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. രഘുവരൻ നായകനായ വ്യൂഹം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധായകനായി ആദ്യം അരങ്ങിലേക്ക് എത്തുന്നത്. 1990-ലായിരുന്നു വ്യൂഹം എന്ന സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തത്. തുടർന്നാണ് യോദ്ധ, ഡാഡി, ജോണി, ഗാന്ധർവം, നിർണയം, സ്നേഹപൂർവ്വം തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചത്. ജോണിക്ക് ശേഷം മികച്ച കുട്ടികളുടെ ചിത്രത്തിലുള്ള സംസ്ഥാന അവാർഡും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. 1997-ൽ സണ്ണി ഡിയോൾ നായകനായ സോർ എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം ബോളിവുഡിൽ തുടക്കം കുറിക്കുന്നത്. പിന്നീട് സന്ധ്യ, ചുരാ ലിയാ ഹേ തും, ക്യാ ഹോൾ ഹേ, അപ്നാ സപ്ന, മണി മണി, ഏക് ദ പവർ ഓഫ് വൺ കിങ്, ക്ലിക്ക് തുടങ്ങി, ദിൽവാന 2 തുടങ്ങി ഹിന്ദിയിലെ എടുത്തു പറയാവുന്ന ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലയാളത്തിൽ ഇഡിയറ്റ്സ്, എന്ന ചിത്രങ്ങളുടെ നിർമ്മാതാവും കൂടിയായിരുന്നു അദ്ദേഹം. പ്രശസ്ത ഫോട്ടോഗ്രാഫറും ഛായാഗ്രഹവുമായ ശിവൻ്റെ മകനാണ് സംഗീത്. പ്രശസ്ത ഛായാഗ്രഹൻ സന്തോഷ് ശിവൻ, അതോടൊപ്പം തന്നെ സംവിധായകൻ സജീവ് ശിവൻ എന്നിവരാണ് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ. അത്തരത്തിൽ സിനിമാ ജീവിതം അല്ലെങ്കിൽ സിനിമയ്ക്കായി മാറ്റിവെച്ച ഒരു കുടുംബം എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. തീരാ നഷ്ടം തന്നെയാണ് സിനിമാ ലോകത്തിന് എന്ന് നമുക്ക് പറയേണ്ട കാര്യം തന്നെയാണ്. 1957-ൽ ഹരിപ്പാട് സ്വദേശിയായ സംവിധായകനും പടിയേറ്റമായ ശിവൻ്റെയും അതോടൊപ്പം തന്നെ ഹരിപ്പാട് സ്വദേശി ചന്ദ്രമണിയും മകനായി തിരുവനന്തപുരത്ത് പൂങ്ങുമൂടിലാണ് സന്തോഷ് ശിവൻ ജനിച്ചത്. ശ്രീകാര്യം ലയോള സ്കൂളിൽ പഠനം പൂർത്തിയായ അദ്ദേഹം തിരുവനന്തപുരം MG കോളേജ്, മാർ ഇവാനിയസ് കോളേജിൽ പ്രീ ഡിഗ്രി, BCom ബിരുദം അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ കായിക രംഗത്തും അതോടൊപ്പം തന്നെ പ്രധാന ഹോക്കി വിഭാഗങ്ങളും ക്രിക്കറ്റിലുമൊക്കെ അദ്ദേഹം ഏറെ താല്പര്യമുണ്ടായിരുന്നു. പിന്നീട് ചിത്രലോകത്തേക്ക് അല്ലെങ്കിൽ ഈ ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത് അദ്ദേഹം ചെറു ചിത്രങ്ങളിലൂടെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛനും സഹോദരങ്ങളും ഒക്കെ ഒപ്പമുള്ള ഈ സിനിമയുമായുള്ള ബന്ധമാണ് അദ്ദേഹത്തെ സിനിമാ ലോകത്തേക്ക് എത്തിയത്. 1976-ൽ അച്ഛനോടൊപ്പമുള്ള പരസ്യ ചിത്രങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് ഡോക്യുമെൻ്ററികളൊക്കെ അദ്ദേഹം ചെയ്തിരുന്നു. തുടർന്നാണ് സഹോദരൻ സന്തോഷ് ശിവനുമായി ചേർന്ന് ഒരു പരസ്യ കമ്പനിക്ക് അദ്ദേഹം രൂപം നൽകിയത്. അച്ഛൻ ശിവൻ സംവിധാനം ചെയ്തിരുന്ന ഡോക്യുമെൻ്ററികളിൽ അച്ഛനെ സംവിധാനത്തിൽ അദ്ദേഹം സഹായിക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഈ സംവിധാന രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. അതിൽ മലയാളത്തിലും അതോടൊപ്പം തന്നെ ഹിന്ദിയിലും അടക്കം നിരവധി ചിത്രങ്ങളൊക്കെ അദ്ദേഹം മലയാളികൾക്കും അതോടൊപ്പം തന്നെ സിനിമയെ സ്നേഹിക്കുന്നവർക്കൊക്കെ അദ്ദേഹം സംഭാവന നൽകിയിട്ടുണ്ട്. യോദ്ധ 2 വരുന്നു എന്ന വാർത്തകളൊക്കെ ഇടയ്ക്കുണ്ടായിരുന്നു. യോദ്ധയ്ക്ക് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിലൊന്നായി കാണപ്പെടുന്ന യോദ്ധയാണ്. മോഹൻലാൽ ജഗതി കൂട്ടുകെട്ടിലിറങ്ങിയ പാട്ട്, ആ സിനിമയിലെ പാട്ടും അതോടൊപ്പം തന്നെ ഹാസ്യരംഗങ്ങളൊക്കെ ഇപ്പോഴും മലയാളികൾ ഓർക്കുകയും എപ്പോഴും സിനിമ TV-യിലും മൊബൈലും വന്നാൽ എല്ലാവരും കണ്ട് ഇരിക്കുന്ന ചിത്രങ്ങളിലൊക്കെ തന്നെയാണ് ഈ യോദ്ധ എന്ന സിനിമ. അത്തരത്തിൽ മലയാളികൾ എന്നും ഓർക്കാൻ അല്ലെങ്കിൽ ഓർമ്മിക്കാൻ കഴിയുന്ന ചിത്രങ്ങൾ അദ്ദേഹം മലയാളത്തിനും അതോടൊപ്പം തന്നെ സിനിമാ ലോകത്തിനുമൊക്കെ സംഭാവന ചെയ്തിട്ടാണ് അദ്ദേഹം ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. സിനിമാ ലോകത്ത് ഒരു വലിയ തീരാ നഷ്ടം തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. നിത, സംവിധായകനും തിരക്കഥാകൃത്തുമായ സംഗീത് ശിവനാണ് നമ്മെ വിട്ടു പോയിരിക്കുന്നത്. അല്പസമയം മുമ്പായിരുന്നു അന്ത്യം. മുംബൈയിലെ സ്വകാര്യ ആശുപത്രി ചികിത്സയിലിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങുന്നത്. നിരവധി ചിത്രങ്ങൾ മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന നിരവധി ചിത്രങ്ങളുടെ സംവിധായകൻ കൂടിയാണ് അദ്ദേഹം. വ്യൂഹം എന്ന ചിത്രമാണ് ആദ്യമായി സംവിധാനം ചെയ്തത്. 1990-ലായിരുന്നു ആദ്യമായി അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രം ഇറങ്ങിയത്. പിന്നീട് യോദ്ധ, ഡാഡി, ജോണി, ഗാന്ധർവം, നിർണയം, സ്നേഹപൂർവ്വം, അന്ന തുടങ്ങിയ ചിത്രങ്ങളും അദ്ദേഹം ഒരുക്കി. ജോണി എന്ന ചിത്രത്തിന് മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. യോദ്ധ എന്ന മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന ആ ചിത്രത്തിൻ്റെ 2ാം ഭാഗം വരുന്നു എന്നുള്ള വാർത്തകളൊക്കെ ഇറങ്ങുന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം.
നിരവധി ഹിന്ദി സിനിമകൾക്കും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. പ്രശസ്ത ഛായാഗ്രഹകൻ സന്തോഷ് ശിവൻ അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. വലിയ രീതിയിലുള്ള വിടവാങ്ങൽ തന്നെയാണ് മലയാളത്തിനും ഹിന്ദിയും ഉൾപ്പെടെയുള്ള അന്യഭാഷാ ചിത്രങ്ങളിലും അദ്ദേഹം നിരവധി സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. രജീഷ് നരുക്കിയാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.